ഹിമാലയത്തിലെ ശാന്തമായ നിശബ്ദതയിൽ ഗംഗാനദി ശാന്തമായി ഒഴുകുന്ന ഈ പുണ്യഭൂമിയിൽ മഞ്ഞുമൂടിയ കൊടുമുടികൾ പുരാതന സത്യങ്ങൾ മന്ത്രിക്കുന്നു. ഇവിടെ ജ്ഞാനത്തിലും ലാളിത്യത്തിലും തിളങ്ങുന്ന ഒരു ഋഷിവര്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹമാണ് സ്വാമി തപോവൻ മഹാരാജ്. അദ്വൈത വേദാന്തത്തിൻ്റെ ഒരു പ്രകാശഗോപുരവും പരിത്യാഗത്തിൻ്റെ ആൾരൂപവും. തപോവനസ്വാമികളെപ്പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധരായ സന്യാസിവര്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച് എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുമായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ അതെല്ലാം ഉപേക്ഷിച്ച് സർവസംഘപരിത്യാഗിയായി തൻ്റെ സത്യാന്വേഷണങ്ങളുമായി ഹിമാലയത്തിലേക്ക് പോയി. ശിവാനന്ദ സ്വാമികളുടെ സമകാലികനും ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുനാഥനുമായിരുന്ന അദ്ദേഹം തികഞ്ഞ ഒരു വേദാന്തിയും അഗാധ പണ്ഡിതനും ആത്മജ്ഞാനവുമുള്ള ഒരു മഹായോഗിവര്യൻ തന്നെയായിരുന്നു. ചിന്മയാനന്ദ സ്വാമികൾ തൻ്റെ ഗുരുനാഥനെ വിശേഷിപ്പിച്ചത് തന്നെ ഇപ്രകാരമാണ്: അദ്ദേഹം ക്ഷേത്രമില്ലാത്ത ഒരു ദൈവമായിരുന്നു, ഭാഷയില്ലാത്ത ഒരു വേദമായിരുന്നു. സൗമ്യകാശീശ സ്തോത്രം, ശ്രീ ബദരീശ സ്തോത്രം, ശ്രീ ഗംഗാ സ്തോത്രം, ഗംഗോത്രി ക്ഷേത്രമാഹാത്മ്യം, ഈശ്വര ദർശനം എന്നിങ്ങനെ ചില സംസ്കൃത ഗ്രന്ഥങ്ങളും കൈലാസയാത്രകൾ, ഹിമഗിരി വിഹാരം എന്നിങ്ങനെ മലയാളത്തിലെ 2 യാത്രാവിവരണങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില കൃതികൾ. വേദാന്തത്തിലുള്ള അഗാധമായൊരു പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ആത്മജ്ഞാനത്തെയും വെളിവാക്കുന്നവയാണ് ഈ രചനകളെല്ലാം. ശിവാനന്ദ സ്വാമികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തന്നെ ഹിമാലയത്തിന് കിട്ടിയ പുണ്യം എന്ന അർത്ഥത്തിൽ ഹിമവത് വിഭൂതി എന്നായിരുന്നു. കാലാകാലങ്ങളിൽ ഭാരതമെന്ന ഈ പുണ്യഭൂമിയിൽ സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി ഓരോരോ ലക്ഷ്യങ്ങളുമായി മഹാന്മാരായ ആത്മീയ ഗുരുക്കന്മാർ ജനിക്കുന്നു. സ്വാമി ശ്രീ തപോവൻ മഹാരാജ് അത്തരത്തിലൊരു മഹാവൃഷിവര്യൻ തന്നെയായിരുന്നു. മുടപ്പല്ലൂരിലെ ഒരു ധനിക നായർ കുടുംബാംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവായ കുഞ്ഞമ്മ. പിതാവായ അച്യുതൻ നായർ കൊടുവായൂരിനടുത്തുള്ള കരിപ്പോട് സ്വദേശിയും. പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നായിരുന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചിപ്പുക്കുട്ടി എന്ന് വിളിച്ചു പോന്നു. ബാല്യത്തിലെ തന്നെ ലൗകിക കാര്യങ്ങളിൽ വിരക്തി ഉണ്ടായിരുന്ന ആ ബാലന് കൂടുതൽ താല്പര്യം ആത്മീയമായ കാര്യങ്ങളിലായിരുന്നു. മണ്ണുകൊണ്ട് സ്വയം ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ പൂജിക്കുക, പുരാണ കഥകൾ കേൾക്കുക തുടങ്ങിയവയായിരുന്നു ബാല്യകാല വിനോദങ്ങൾ. ഭഗവത്ഗീതയിലെ കഥകളും ആദി ശങ്കരാചാര്യ ഉപദേശങ്ങളുമൊക്കെ ആ ബാലനെ ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ ജാതകം തന്നെ, ഒരു ജാതക ഫലം തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. ഐശ്വര്യവും സമ്പത്തും വലിയ പ്രസിദ്ധിയുള്ളവനൊക്കെ ആയിത്തീരും എന്നുള്ള ആ ഒരു കേസരി യോഗത്തിനൊപ്പം ദരിദ്രനും ഭിക്ഷുവുമായി തീരുമെന്നുള്ള ഹേമദ്രമ യോഗം കൂടി വന്നപ്പോഴേക്കും ജ്യോത്സ്യന്മാർക്ക് തന്നെ അത്ഭുതമായി. കാരണം ഈ വിരുദ്ധ ഫലങ്ങളെ എങ്ങനെ കൂട്ടിച്ചേർക്കണം എന്നറിയാതെ അവർ വിഷമിച്ചു. വലിയ ധനികനും ധർമ്മിഷ്ണുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇദ്ദേഹത്തെ വലിയ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വലിയൊരു ഉദ്യോഗസ്ഥനായി കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ജാതകഫലം പാഴായി പോവുകയില്ലല്ലോ. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടുകൂടി ബാലനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അധികം താമസിയാതെ തന്നെ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ മതിയാക്കി വീട്ടിലേക്ക് മടങ്ങി. ഇതറിഞ്ഞ് കാരണം ചോദിച്ച പിതാവിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദ്യാലയമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ, വിദ്യാഭ്യാസം ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അദ്ദേഹം കൂടുതൽ കഴിവുകളുള്ള അധ്യാപകരെ സമീപിക്കുകയും സംസ്കൃതം, വ്യാകരണം, ശാസ്ത്രം, ന്യായം, അലങ്കാരം തുടങ്ങിയ ആ ഒരു ശാസ്ത്രങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അവയിൽ പ്രഗത്ഭനാവുകയും ചെയ്തു. ശ്രീ തപോവനസ്വാമികൾ ജനിച്ചു വളർന്ന പാലക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ തറവാട്ടിലൊന്ന് പോകാനൊരു ഭാഗ്യമുണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ ഒരു പഴയ തറവാടൊന്നും ഇപ്പോഴില്ല. എങ്കിലും ആ വീടിൻ്റെ, ആ തറവാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ മുറിയൊക്കെ ഇപ്പോഴും നമുക്കവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ബന്ധുക്കൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സപ്താഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നവിടെ ചെന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ശ്രീ നാരായണൻകുട്ടി സാർ, അദ്ദേഹം ചിന്മയ മിഷനിലെ ഒരു സ്റ്റാഫ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തപോവനസ്വാമികളെ പറ്റി വളരെയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും നമ്മുടെ കാണപ്പെട്ട ദൈവം അമ്മയാണ്. ആ അമ്മയുടെ സ്മരണാർത്ഥമാണ് ഞാൻ ഈ സപ്താഹം ഇവിടെ നടത്തുന്നത്. കാരണം അമ്മയിൽ നിന്നാണ് നമ്മുടെ ആദ്യ ഗുരു അമ്മയാണ്. എൻ്റെ അമ്മയുടെ പേര് അമ്മാളുക്കുട്ടിയമ്മ. കിഴേപ്പുറത്തെ ആ അമ്മ ഏത് വീട്ടിലാണെന്ന് കൂടെ ഞാൻ പറയാം. തപോവനസ്വാമി ജനിച്ച ആ ഗൃഹത്തിലാണ് എൻ്റെ അമ്മ അമ്മാളുക്കുട്ടിയമ്മ. ആ അമ്മാളുക്കുട്ടിയമ്മയുടെ സ്മരണാർത്ഥമാണ് ഞാൻ ഈ ഭാഗവത സപ്താഹം നടത്തുന്നത്. ഇത് തപോവനസ്വാമിയുടെ വീടാണിത്. ഞങ്ങളുടെ ഗൃഹം തന്നെയാണ്. ഇവിടെ ചിന്മയാനന്ദ സ്വാമി, ഗ്ലോബൽ ഹെഡായ തേജോമയാനന്ദ സ്വാമി, പിന്നെ പല ദിവ്യാത്മാക്കളും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ പിടി മണ്ണ് വാരി അടക്കം അവർ ആ ദിവ്യമായ മണ്ണാണെന്ന് പറഞ്ഞ് അവർ സ്വന്തം ഗൃഹത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയ ചരിത്രം വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ തപോവനസ്വാമിയുടെ ആ മഹിമയാണത്. കമ്യാനാം കർമ്മണം ന്യാസം സന്യാസം എന്ന് ആ വാക്കിനെ ആ വാക്കിനെ മുറുകെ പിടിച്ച് സർവവും ത്യജിച്ച് ഹിമാലയ സാനുക്കളിൽ സഞ്ചരിച്ച് ഈ കുടുംബത്തിനെ കൂടെ മഹിമയിലേക്ക് ഉയർത്തിയ സന്യാസിയാണ് സ്വാമി തപോവൻ. നമ്മളെ ഭക്തി കൊണ്ടാണ് ഈ കണ്ണീര് തന്നെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ആത്മാവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ആ അനുഗ്രഹമാണ് നമ്മുടെ ഈ സപ്താഹവും നമ്മുടെ ഈ എല്ലാ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെയാണ്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം അങ്ങ് തപോവനസ്വാമികളുടെ കുടുംബത്തിലെ അംഗമാണല്ലേ? അതെ അതെ. അപ്പം അദ്ദേഹത്തെ പറ്റി വളരെ കുറച്ച് ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മളൊരു പൊതു ഉറവിടങ്ങളിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് വിവരങ്ങളൊന്നും കിട്ടാനില്ല. അതായത് അദ്ദേഹത്തെ പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്കറിവുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് അദ്ദേഹത്തെ പറ്റി ഒന്ന് വിവരിച്ചു തരാമോ? തപോവനസ്വാമി ശ്രീ ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവാണ്. അദ്ദേഹം ജനിച്ചത് എൻ്റെ ഗൃഹത്തിലാണ്. അപ്പോൾ ഈ ഗൃഹം എന്ന് പറഞ്ഞാൽ അന്ന് 4 കെട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോൾ ചെറിയ സാധാരണ ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ആർക്കും അറിയാത്തൊരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറേ കാലം കുട്ടികളില്ലാതെ ഇവിടെ തന്നെ ഈ ഭരതക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവയോഗി വന്ന് താമസമുണ്ടായിരുന്നു. അദ്ദേഹം അതീവ സിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് അപാരമായ പല സിദ്ധികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതായിട്ട് പലരും കണ്ടതായി പറയുന്നുണ്ട്. ആ യോഗീശ്വരൻ്റെ അടുത്ത് ഈ തപോവനസ്വാമിയുടെ അമ്മയും അച്ഛനും പോയി സങ്കടം ഉണർത്തിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ കുറേ കാലമായി ഞങ്ങൾക്ക് സന്താന ഭാഗ്യമില്ലാന്ന്. അപ്പോൾ ആ യോഗീശ്വരൻ പറഞ്ഞു, സാരമില്ല, നമുക്കത് ആ ഭാഗ്യം ഉണ്ടാവും. ആ സിദ്ധൻ്റെ ആ വാക്ക് ഫലിച്ചു. ശിവഭജനം ചെയ്യാൻ പറഞ്ഞു. ആദ്യം ഉപദേശിച്ചത് ശിവഭജനം ചെയ്താൽ ഞങ്ങൾക്ക് 100% കുട്ടികൾ നല്ല ദിവ്യനായ കുട്ടി ഉണ്ടാവും പറഞ്ഞു. അതിനുശേഷമാണ് ആ സിദ്ധയോഗി സമാധിയായതിനു ശേഷം ആ സിദ്ധയോഗിയുടെ തലയ്ക്കൽ ഒരു നാളികേരം ഉടയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം സമാധിയാകുന്നതിന് മുമ്പ് ഈ ദമ്പതികളോട്, കുട്ടികളില്ലാത്ത ദമ്പതികളോട്. എന്നിട്ട് ഒരു മൂടി ആ നാളികേരത്തിൻ്റെ ഒരു ഭാഗം ആ നാലുകെട്ടിൻ്റെ മുകളിലും ഒരു ഭാഗം എൻ്റെ സമാധിയുടെ തലയ്ക്കലും വയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇത് ആർക്കും അറിയില്ല. ചിന്മയാമിഷനിലെ ആ ഒരു സന്യാസിമാർക്കും ഈ ചരിത്രം എഴുതിയതായിട്ട് ഇത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഉള്ള അറിവാണ്. ഫാമിലിയിൽ നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ അവർക്ക് 6 മാസം ഈ സമാധി ആയതിനു ശേഷം 6 മാസത്തിന് ശേഷം ഇവർക്ക് ഒരു ദിവ്യനായ കുട്ടി ജനിച്ചു. അതാണ് ശ്രീ തപോവൻ മഹാരാജ്. അദ്ദേഹം ചെറുപ്പത്തിലേ തന്നെ അദ്ദേഹം കോസറിയിൽ കിടക്കില്ല. മുത്തശ്ശി കോസറി വിരിച്ചു കഴിഞ്ഞാൽ ചിപ്പൂട്ടി എന്നായിരുന്നു പേര്. ചിപ്പൂട്ടി, നീ എന്താടാ കോസറി കിടക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി, ഞാൻ പോകുന്നവിടെയൊക്കെ മുത്തശ്ശി കോസറിയും കൊണ്ടുവരും
എന്ന് ചോദിക്കും. അപ്പോൾ അത്രയും അന്ന് തൊട്ടേ ആ വിരക്തി ആ 7 വയസ്സായ ബാലനിൽ ദർശിച്ചിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പത്തിൽ തന്നെ, ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു വിരക്തി ആ മുത്തശ്ശി പ്രകടമായിട്ട് കണ്ടു. അപ്പോൾ ആ മുത്തശ്ശി അതിശയമായിട്ട് ചോദിച്ചിരുന്നു, എന്താ ഈ കുട്ടി ഇങ്ങനെ പറയണേ, ഈ സാധാരണ കുട്ടിയുടെ ഒരു സ്വഭാവവും ഈ കുട്ടിക്കില്ലല്ലോ, എന്താ അത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ആൻഷൈറ്റി പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി വളർന്ന് വരുമ്പോൾ സത്സംഗം, സംസ്കൃതം ഇതിലാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ പോകില്ല, എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, സംസ്കൃതം മാത്രം മതി. എന്നിട്ട് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ സംസാരിച്ച് അദ്ദേഹം ഒരു അധ്യാപകനെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അദ്ദേഹം സംസ്കൃതത്തിലും ആധ്യാത്മികത്തിലും അപാര പാണ്ഡിത്യം നേടി. അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, ഈശ്വര ക്ഷേത്രങ്ങളിൽ പോവുക, അങ്ങനെ ഒരു ശീലമായിരുന്നു. കുട്ടിക്ക് സാധാരണമായ വിഷയങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജാതകം, ജനിച്ച സമയത്ത് ജാതകം നോക്കിയ സമയത്ത് രാജയോഗം കാണുന്നുണ്ട്. പിന്നെ ഈ ഭക്ഷണം കിട്ടാതെ ഹേമദ്രുമ എന്ന് പറഞ്ഞ ഒരു യോഗവും കാണുന്നുണ്ട്. അപ്പോൾ പണിക്കന്മാരൊക്കെ അതിശയിച്ചു, എന്താ അതിങ്ങനെ, രാജാവിന് ഭക്ഷണം, ഹേമദ്രുമ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുക എന്നുള്ളതാണ്. രാജയോഗവും കാണുന്നുണ്ട്, ഹേമദ്രുമ എന്നുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കോൺട്രഡിക്ഷൻ ആണല്ലോ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പണിക്കറും മാത്രം ഈ ജ്യോത്സ്യം നോക്കുന്ന ജ്യോത്സ്യന്മാരെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നത്. ഇങ്ങനെ ഒരു യോഗം ഞങ്ങൾ ഒരു ജാതകം കണ്ടിട്ടില്ല. രാജയോഗവും കാണുന്നുണ്ട്, സന്യാസയോഗവും കാണുന്നുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. രാജാവായിരിക്കേണ്ട ആൾ എങ്ങനെ ഹേമദ്രുമ ഇതിലിരിക്കും എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എല്ലാ വിജനമായ സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരിക്കുക. ഓരോ വയസ്സ് കൂടുന്തോറും ഇദ്ദേഹത്തിൻ്റെ വിരക്തി പ്രകടമായിരുന്നു. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഹിമഗിരി വിഹാരം, ഈശ്വര ദർശനം, ശ്രീ സൗമ്യകാശീശ സ്തോത്രം, ഇതിലൊക്കെ വേദാന്തമാണ്. അതികഠിനമായ, ചിലതൊന്നും നമുക്ക് വായിച്ചാൽ പോലും എന്താണ് സ്വാമിജി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പോലും പിടികിട്ടാത്ത ഒരു ഡീപ്പ് സൗമ്യകാശീശ സ്തോത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു സെൻറ്റൻസ് ഒരു 10 പ്രാവശ്യം വായിച്ചാലേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആത്മാവിനെക്കുറിച്ച്, ഓരോ തരത്തിലുള്ള ആത്മാവും ഈ മരണശേഷം എവിടെയൊക്കെ എങ്ങനെയെല്ലാം സഞ്ചരിക്കുന്നു, അത് എന്തെല്ലാം കാര്യങ്ങൾ ഇതിലേക്ക് പോകുന്നു എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ആർക്കും ചിന്മയാനന്ദസ്വാമിക്ക് മാത്രമേ അവിടെ ശിഷ്യനായി നിൽക്കാൻ പറ്റുള്ളൂ. ഭക്ഷണമില്ലെങ്കിൽ എങ്ങനെ ഒരാൾ അവിടെ സർവൈവ് ആകും? ചിന്മയാനന്ദസ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ ഒപ്പമിരുന്ന ശരീരം കണ്ടാൽ നമുക്കറിയാം, അങ്ങനെ പെൻസിൽ തോറ്റുപോകും. അങ്ങനെ ബുദ്ധിയിൽ മാത്രം, ഇൻ്റലിജൻസിൽ മാത്രം ഒതുങ്ങി ആ ബുദ്ധിയിലും ഒരു പ്രാവശ്യം ഒരു ശ്ലോകം പറഞ്ഞു കൊടുക്കുള്ളൂ അത്രേ. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടാവില്ല. അത് അപ്പോഴത്തേക്കും മനസ്സിലായിക്കോണം, നമ്മൾ ഇത് അപ്പം ഗ്രഹിച്ചോളണം. ഒരൊറ്റ ശ്ലോകം ഒരു പ്രാവശ്യം, പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കരുത്. അത് ശിഷ്യനാകുമ്പോൾ തന്നെ ഉള്ള ഒരു ഡിമാൻഡായിരുന്നു. പിന്നെ അദ്ദേഹമല്ല, ചിന്മയാനന്ദസ്വാമിക്ക് സന്യാസം കൊടുത്തത് ശിവാനന്ദ സ്വാമിയാണ്. അപ്പം അദ്ദേഹം മറ്റേ കൈലാസയാത്രകളെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലേ? കൈലാസയാത്രയുണ്ട്. അതെ. അപ്പോൾ അദ്ദേഹം ഏത് കാലത്താണ് ശരിക്കും നാം ആ ഒരു ഉത്തരാഖണ്ഡിലേക്ക് ഹിമാലയത്തിലേക്കുള്ള കാശിയില്ല, അദ്ദേഹം ഉത്തരകാശീശനാണ്. അവിടെ ശ്രീ സൗമ്യകാശീശനെ ഒരുപാട് തവണ ഈ ബ്രഹ്മാവസ്ഥ അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം പോലും അദ്ദേഹം ഗംഗയിൽ നിന്ന് വെള്ളമെടുത്ത് ശ്രീ സൗമ്യകാശീശനെ അഭിഷേകം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിൽ പിന്നെ ക്ഷേത്രങ്ങളിൽ പോലും സാധാരണ പോയില്ല എന്നൊന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ശ്രീ സൗമ്യകാശീശൻ, അതാണ് അദ്ദേഹത്തിന് ശ്രീ സൗമ്യകാശീശ മഹേശ്വരായ തസ്മൈ നമസ്വാമി തപോവനായ. ശ്രീ സൗമ്യകാശീശനാണ് അദ്ദേഹത്തിൻ്റെ ശിവൻ. അതുകൊണ്ട് ഉത്തരകാശിയിൽ നടുക്കാട്ടിലുള്ള ഒരു ക്ഷേത്രമാണത് സൗമ്യകാശി. അദ്ദേഹത്തിന് ശിവഭക്തനായിരുന്നു. അവ ശിവൻ്റെ തന്നെ അംശമാണ്
സാധാരണ മനുഷ്യന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പല സന്യാസിമാരും. തപോവനസ്വാമിയെ പോലെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, ഒരു കുടിലിൽ ഒന്നുമില്ലാതെ. അപ്പോൾ അദ്ദേഹം തപോവനത്തിൽ കുറേ കാലമില്ലായിരുന്നോ ഗംഗോത്രിയിൽ? അദ്ദേഹം അങ്ങനെ എവിടെ ഇരിക്കില്ല, അറ്റാച്ച്മെൻറ്റ് വരുന്നു പറഞ്ഞിട്ട് എവിടെ ഇരിക്കില്ല. ആർക്കും എത്തിപ്പെടാത്ത സ്ഥലത്താണ് അദ്ദേഹത്തെ എന്നും. അദ്ദേഹത്തിന് 21 വയസ്സുള്ളപ്പോഴാണ് പിതാവിൻ്റെ മരണം. മാതാവ് അതിനു മുൻപേ തന്നെ മരിച്ചിരുന്നു. പരിവ്രാജകനായി ഹിമാലയത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ശാസ്ത്രചിന്തയും ഈശ്വരഭജനവുമായി കഴിയണമെന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ മാതാപിതാക്കളുടെ മരണശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ചുമതലയിലായതുകൊണ്ട് അക്കാലത്ത് അനുജൻ്റെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിയുന്നതുവരെ അതിന് കാത്തു നിന്നു എന്ന് മാത്രം. ഇടയ്ക്ക് ഭാവനഗരത്തിലെത്തി ശ്രീ ശാന്തിയാനന്ദ സരസ്വതിയുടെ കീഴിൽ പല വേദാന്ത ഗ്രന്ഥങ്ങളും ഹൃദിസ്ഥമാക്കി. അവിടങ്ങളിലൊക്കെ വെച്ച് ധാരാളം മഹാത്മാക്കളെ പരിചയപ്പെടുവാനും കഴിഞ്ഞു. 1912 ശേഷം അദ്ദേഹം തിരികെ പാലക്കാട്ടേക്കെത്തി അവിടെ വാസം തുടങ്ങി. പാലക്കാട്ട് നിന്നും ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സ്മരണാർത്ഥം ഗോപാലകൃഷ്ണൻ എന്നൊരു മാസികയും പ്രസിദ്ധീകരിച്ചു. ഈ കാലത്ത് ധർമ്മം, വേദാന്തം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം പ്രഭാഷണങ്ങളും മറ്റും പോവുകയും പതിവായിരുന്നു. ഈ കാലത്ത് ദക്ഷിണ ഭാരതത്തിലെ പല പുണ്യക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും ശ്രീ രമണ മഹർഷിയെയും ദണ്ഡപാണി ദീക്ഷിതരെയും പോലെയുള്ള പല പല അവധൂതന്മാരെ ദർശിക്കുകയും ചെയ്തു. 1920 കൽക്കട്ടയിൽ നിന്നും ശ്രീ ശാന്തിയാനന്ദ സരസ്വതിയുടെ ഒരു കത്ത് കിട്ടി. സത്സംഗവും ശാസ്ത്രവിചിന്തനവുമായി കുറച്ചുനാൾ ആശ്രമത്തിൽ കഴിയാനുള്ള ഒരു ക്ഷണമായിരുന്നു അത്. അങ്ങനെ കൽക്കട്ടയിലെ വാസകാലത്ത് അവിടെയുള്ള ബേലൂർ മഠത്തിലുമെത്തി. ശ്രീ ശിവാനന്ദ, ബ്രഹ്മാനന്ദ തുടങ്ങിയ രാമകൃഷ്ണ മിഷനിലെ ഒരുപാട് മഹാത്മാക്കളുമായും പരിചയപ്പെട്ടു. ഉടനെ സന്യാസിയാവാൻ പോകുന്നയാളെന്ന് മനസ്സിലാക്കി അവിടുത്തെ ശങ്കരാചാര്യർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ചിത്വിലാസൻ എന്ന സന്യാസി നാമധേയത്തിലായിരുന്നു. കൽക്കട്ടയിൽ നിന്നും കാശി വഴി ഹരിദ്വാറിലേക്കും ഋഷികേശിലേക്കും എത്തി. ഈ യാത്രകളിലെല്ലാം പല പല മഹാത്മാക്കളുമായും സത്സംഗമുണ്ടാവുകയും പരിചയപ്പെടുകയുമൊക്കെ ചെയ്തിരുന്നു. ഋഷികേശിൽ നിന്നും മധുര, വൃന്ദാവൻ, ദ്വാരക വഴി മുംബൈയിലെത്തുകയും അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഈ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം സ്വാമിജിയുടെ ജീവിത രീതി തന്നെ വല്ലാതെ മാറിയിരുന്നു. ധ്യാനവും ശാസ്ത്രചിന്തനവുമല്ലാതെ മറ്റൊന്നും പതിവുണ്ടായിരുന്നില്ല. ഒരു നേരം മാത്രം ഭക്ഷണം, വളരെ കുറച്ച് സംസാരം, ഇതിനിടയിൽ പല വ്രതങ്ങളും ദീർഘോപവാസങ്ങളും ഒക്കെ പതിവാക്കി. അതുകൊണ്ട് തന്നെ സ്വാമിജിയുടെ ശരീരം ബലഹീനമായും ശുഷ്കവുമായും കഴിഞ്ഞിരുന്നു. എങ്കിലും പാലക്കാട്ടെ അടുത്ത ചില സുഹൃത്തുക്കളുമായും ആധ്യാത്മിക ചിന്തകളും സംഭാഷണവും ഒക്കെ പതിവായിരുന്നു. ഇങ്ങനെ 2-3 കൊല്ലങ്ങൾ കൂടി കഴിഞ്ഞു. ഇതിനിടയിൽ അനുജൻ്റെ BL പരീക്ഷയും പൂർത്തിയായിരുന്നു. തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുവാൻ സമയമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനിയും പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ചില തീർത്ഥങ്ങൾ സന്ദർശിക്കുവാൻ ഇച്ഛിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം തൻ്റെ അനുജനോട് പറഞ്ഞത്. അങ്ങനെ 1923 ചിങ്ങമാസത്തിലെ ജന്മാഷ്ടമി ദിവസം സർവവും പരിത്യജിച്ച് അദ്ദേഹം തൻ്റെ സന്യാസത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ഒലവക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാനായി കാത്തു നിൽക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഇംഗിതം അറിയാവുന്ന അനുജൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു, ഉടനെ അങ്ങ് തിരിച്ചു വരണം. പക്ഷേ അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രം. നാട്ടിൽ നിന്ന് നേരെ അദ്ദേഹം നാസിക്കിനടുത്തുള്ള പഞ്ചവടിയിലേക്കാണ് പോയത്. അവിടെ ആശ്രമത്തിലെത്തി സ്വാമി ഹൃദയാനന്ദനെ സമീപിച്ച് തനിക്ക് സന്യാസം സ്വീകരിക്കാനുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. സ്വാമി ഹൃദയാനന്ദയിൽ നിന്നാണ് അദ്ദേഹം മാണ്ഡൂക്യകാരികവും യോഗദർശനവും ഒക്കെ പഠിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സന്യാസദീക്ഷ നൽകാൻ സ്വാമി ഹൃദയാനന്ദ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നിയമങ്ങളനുസരിച്ചാണെങ്കിൽ സന്യാസത്തിലേക്ക് ദീക്ഷ സ്വീകരിക്കണം. പക്ഷേ അത്തരം നിയമങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല. അറിയാനുള്ളതും അറിയേണ്ടതുമെല്ലാം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സന്യാസം സ്വീകരിക്കാം. ചിത്വിലാസന് സന്യാസദീക്ഷ നൽകുന്ന ആ ഒരു ആചാര്യൻ എന്ന ആ ഒരു പദവി സ്വീകരിക്കാൻ സ്വാമി ഹൃദയാനന്ദ തയ്യാറായിരുന്നില്ല. അവിടെ നിന്നും അദ്ദേഹം നേരെ ജബൽപൂരിലെ നർമ്മദാനദിയുടെ തീരത്തേക്കാണ് എത്തിയത്. ആ പുണ്യജലത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത് വേണ്ടുന്ന ആരാധനകളെല്ലാം സ്വയം ചെയ്യുകയും കായ്വസ്ത്രം എടുത്തണിഞ്ഞ് സന്യാസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ ഒരു കായ്വസ്ത്രവും കമണ്ഡലവും അല്ലാതെ അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നും ആ സമയത്ത് കയ്യിലുണ്ടായിരുന്നില്ല. അജ്ഞർക്ക് ദാരിദ്ര്യം ദുഃഖത്തിലേക്കുള്ള കാരണമാണെന്നും പ്രബുദ്ധർക്ക് അത് നിത്യശാന്തിക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കുമുള്ള വഴിയാണെന്നും അദ്ദേഹം കരുതി. കായ്വസ്ത്രം ധരിച്ച് സാധുവും ഭിക്ഷകനുമായി തീർന്ന അദ്ദേഹം അവിടെ നിന്ന് നേരെ അയോധ്യയിലേക്കും പ്രയാഗിലേക്കും എത്തുകയും
സത്സംഗങ്ങളുമായി അവിടെ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം നേരെ ഋഷികേശിലേക്ക് പോവുകയും അവിടെ വാസം തുടങ്ങുകയും ചെയ്തു. ചിത്തസമാധിയും അഭ്യസിച്ചു തുടങ്ങി. ഭിക്ഷാടനം കൊണ്ട് ശരീരത്തെയും നിർവഹിച്ചു വന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ഋഷികേശിലെ പ്രസിദ്ധമായ കൈലാസാശ്രമത്തിലെ ജനാർദ്ദന സ്വാമികളെ കൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ചുള്ള സന്യാസ ദീക്ഷ നേടുകയും ശങ്കര സംഹിതയിൽപ്പെട്ട ഒരു പരമഹംസ സന്യാസിയായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് സ്വാമി തപോവനമെന്ന പേര് സ്വീകരിക്കുന്നത്. വളരെ കഠിനമായ ഒരു ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കല്ലും മണ്ണും പുല്ലും കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു കുടിലിലെ താമസം, അതിരാവിലെ ഉണർന്ന് ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് ധ്യാനവും ഉപാസനകളും, ഒരു നേരം മാത്രം ഭക്ഷണവുമായി ഏകാന്ത ജീവിതവും. ഇതിനിടയിൽ അദ്ദേഹത്തിന് ആശ്രമം നിർമ്മിച്ചു കൊടുക്കാമെന്ന് പലരും പറഞ്ഞെങ്കിലും അദ്ദേഹം ഇതിന് സമ്മതിച്ചില്ല. മഞ്ഞുകാലമാകുമ്പോൾ ഋഷികേശിലേക്കും വേനൽക്കാലമാകുമ്പോൾ ഉത്തരകാശിയിലെയും ഗംഗോത്രിയിലെയും ഉയർന്ന പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുകയും പതിവായിരുന്നു. ഇതിനിടയിൽ ചില സുമനസ്സുകളുടെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിന് ഗംഗോത്രിയിലും ഉത്തരകാശിയിലും ഓരോ ആശ്രമം നിർമ്മിക്കുകയും ചെയ്തു. 1925-ലും 1930-ലും 2 കൈലാസയാത്രകളും നടത്തി. തിബത്തിലും മറ്റുമുള്ള പല സന്യാസാശ്രമങ്ങളിലും പോയി അദ്ദേഹം അവിടെയുള്ള ലാമമാരെ ദർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. കൈലാസയാത്രകൾ എന്നൊരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 4-5 കൊല്ലത്തിനിടയിൽ സ്വാമികൾ ഋഷികേശിലും പരിസര പ്രദേശങ്ങളിലും വളരെയധികം പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനനിഷ്ഠ, ത്യാഗം, വൈരാഗ്യം എന്നീ ഗുണങ്ങളെയൊക്കെ ലോകം പ്രശംസിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് എന്ത് ചെയ്തു കൊടുക്കുവാനും ആളുകൾ തയ്യാറായിരുന്നുവെങ്കിലും അദ്ദേഹം അതൊന്നും സ്വീകരിച്ചുമില്ല. വേദാന്ത ശ്രവണത്തിനും സത്സംഗത്തിനും മറ്റുമായി ആളുകളും സന്യാസിമാരുമൊക്കെ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഋഷികേശിലെ ഉയർന്ന ജനബാഹുല്യ നിമിത്തം പിന്നീട് അദ്ദേഹം തീർത്തും അങ്ങോട്ടേക്ക് വരാതായി. ഹിമാലയത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിരമായി വാസം തുടങ്ങിയതിന് ശേഷം അദ്ദേഹം സമതല പ്രദേശങ്ങളിലേക്ക് ഒരിക്കലും തിരികെ ഇറങ്ങിയിട്ടുമില്ല. ഉത്തരകാശി, ഗംഗോത്രി, ബദ്രീനാഥ് എന്നീ പുണ്യസ്ഥലങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥാനങ്ങൾ. ഇവിടങ്ങളിലെല്ലാം വെച്ച് വേദാന്ത പഠനത്തിനും മറ്റുമായി ആളുകൾ ധാരാളമായി അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ആരെയും കായ്വസ്ത്രം കൊടുത്ത് സന്യാസി ധർമ്മത്തിലേക്ക് അദ്ദേഹം ചേർത്തിട്ടുമില്ല. ഉത്തരകാശിയിലെ വിശ്വനാഥ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. 1929-ൽ സൗമ്യകാശീശ ഉത്തരകാശി വിശ്വനാഥ സ്തോത്രം എന്ന പേരിൽ വേദാന്തപരമായ ഒരു സംസ്കൃത ഗ്രന്ഥം എഴുതി കാശി വിശ്വനാഥന് മുമ്പിൽ സമർപ്പിച്ചു. ആ സ്തോത്രഗ്രന്ഥം എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ഓരോ ദിവസവും വൈകുന്നേരം അദ്ദേഹം എഴുതുന്ന പദ്യങ്ങൾ അതാത് ദിവസം കാശി വിശ്വനാഥന് മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുകയും പതിവായിരുന്നു. 1931-ൽ ബദരിയിൽ വെച്ച് ശ്രീ ബദരീശ സ്തോത്രം എന്നൊരു സംസ്കൃത ഗ്രന്ഥം എഴുതി ബദരീനാഥന് മുമ്പിൽ സമർപ്പിച്ചു. ആ കാലത്ത് തന്നെയാണ് ഗോമുഖി യാത്ര, ഗംഗോത്രി ക്ഷേത്രമാഹാത്മ്യം, ഗംഗാസ്തോത്രം എന്നീ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും സന്യാസിമാരുടെയും ഒക്കെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിൻ്റെ ആത്മകഥയും സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. തപോവനചരിതം എന്ന പേരിൽ മലയാളത്തിലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗ്രന്ഥരചനകൾ കൊണ്ടും ധർമ്മോപദേശങ്ങൾ കൊണ്ടും ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥ ത്യാഗിയായി ജീവിച്ചു വന്ന സ്വാമികൾക്ക് 1956 ആയപ്പോഴേക്കും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും വർദ്ധിച്ചു വന്നു. ദഹനമില്ലായ്മയായിരുന്നു പ്രധാന പ്രശ്നം. ഇതറിഞ്ഞ ചിന്മയാനന്ദ സരസ്വതി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അദ്ദേഹത്തെ ചികിത്സയ്ക്കായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. ശരീരത്തിൻ്റെ ധർമ്മം മുറ പോലെ നടക്കട്ടെ, എത്ര ജ്ഞാനിയാണെങ്കിലും ശരീരത്തിൻ്റെ പ്രാരാബ്ധം അല്പമെങ്കിലും അനുഭവിച്ചേ മതിയാവൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ കാലത്ത് ഗംഗോത്രിയിലും ഉത്തരകാശിയിലുമൊക്കെ ആശ്രമങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഈ രോഗാവസ്ഥയിലും ആശ്രമത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അദ്ദേഹം വേണ്ടുന്ന ഉപദേശങ്ങളെ കൊടുത്തുകൊണ്ടുമിരുന്നു. ചിന്മയാനന്ദ സരസ്വതി സ്വാമികളെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ശിഷ്യനായിരുന്നു ഒരു ഹിമാലയൻ ഫോട്ടോഗ്രാഫർ കൂടിയായ ക്ലിക്കിംഗ് സ്വാമി എന്നുകൂടി അറിയപ്പെടുന്ന സ്വാമി സുന്ദരാനന്ദ. അദ്ദേഹം അവസാന കാലത്ത് ഗംഗോത്രിയിലെ തപോവനകുടിയിൽ സ്വാമികളോടൊപ്പം ഉണ്ടായിരുന്നു താനും. 1957 ജനുവരി 16 രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ അദ്ദേഹം തൻ്റെ പ്രാരാബ്ധ ശരീരത്തെ ഉപേക്ഷിച്ച് യാത്രയായി. മകരമാസത്തിലെ പൂയവും പൗർണമിയും ചേർന്ന പുണ്യദിവസം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും അന്ന് തന്നെയാണ്. സുബ്രഹ്മണ്യൻ എന്ന പൂർവാശ്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ തൈപ്പൂയത്തിൻ്റെ അന്ന് തന്നെ സമാധിയായതും മറ്റൊരു വിധിയാവാം. തൻ്റെ പ്രിയപ്പെട്ട ഉത്തരകാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവവും അന്ന് തന്നെയായിരുന്നു. ഇതറിഞ്ഞ് കൂട്ടം കൂടിയ ഭക്തജനങ്ങളുടെയും സന്യാസിമാരുടെയും പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെയും സാന്നിധ്യത്തിൽ ഉത്തരേന്ത്യൻ രീതിയനുസരിച്ച് വിധിയാവണ്ണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഗംഗാനദിയിലെ ഭരദ്വാജ കുണ്ടിൽ നിമജ്ജനം ചെയ്തു. സ്വാമികളുടെ ആ ഒരു തപശക്തി കൊണ്ട് മാത്രമാവാം
ഉത്തരായനത്തിലെ മകരപൗർണമി ദിവസം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉത്തരകാശി വിശ്വനാഥ ക്ഷേത്ര സൗധത്തിൽ തന്നെ ബ്രഹ്മവിലീനനാകാൻ സാധിച്ചതും സ്വാമികൾ ഈ ലോകത്തേക്ക് വന്നത് തന്നെ ഒരു സന്യാസിയായിട്ടായിരുന്നു. തിരിച്ചു പോയതും അങ്ങനെ തന്നെ. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത ചില ചിന്തകളുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകും, നമ്മളിനി എന്തു ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ പ്രാവർത്തികമാകും എന്നിങ്ങനെ പല സന്ദർഭങ്ങളിലും ആലോചിച്ച് വിഷമിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മുടെ മനസ്സോ ശരീരമോ ഒന്നും നമ്മുടേതല്ല, എല്ലാം ഈശ്വരൻ്റേതാണ്. നമ്മുടെ ഓരോ കാൽവയ്പും ഈശ്വരനിശ്ചയം അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എങ്ങനെ പ്രാവർത്തികമാക്കും എന്നാലോചിച്ച് വിഷമിക്കുന്നതിന് പകരം ഈശ്വരൻ എന്നെ ഇന്ന് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ചിന്തിച്ചു നോക്കൂ. അതെത്ര മനോഹരമായിരിക്കും. ശ്രീ ശിവാനന്ദ സ്വാമികളുടെ കീഴിലായിരുന്നു ചിന്മയാനന്ദ സ്വാമി പഠിച്ചിട്ടുണ്ടായിരുന്നത് വേദാന്തം. അപ്പോൾ കുറേ പഠിച്ചതിന് ശേഷം അവിടെ സേവ ചെയ്തതിന് ശേഷം ശ്രീ ചിന്മയാനന്ദ സ്വാമി കൊണ്ട് പറഞ്ഞു, നമുക്ക് വേദാന്തത്തിൽ അതിയായ മോഹവും ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഒരാളുടെ അടുത്ത് പോയാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് ശ്രീ തപോവനമാണ്. ഞാനൊരു ലെറ്റർ തരാം, ആ ലെറ്ററും കൊണ്ടുപോയിട്ട് ശ്രീ തപോവനത്തിനെ കാണുക. അപ്പോൾ അങ്ങനെ 45 കിലോമീറ്റർ നടക്കണോ അത്രേ. അന്നത്തെ കാലത്ത് ഫോറസ്റ്റാണത്. ഈ കാട്ടിൽ കൂടെ കാടുവഴികളിൽ കൂടെ 45 കിലോമീറ്റർ നടന്ന് ശ്രീ തപോവന സ്വാമികളെ കാണാൻ വരുന്ന ചിന്മയാനന്ദ സ്വാമിയെ ഇദ്ദേഹം സിദ്ധി കൊണ്ടറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിക്കും, എന്താ സ്വാമിജി സത്സംഗം തുടങ്ങാത്തത്? എൻ്റെ ഒരു ഡിസൈപ്പിൾ വരാനുണ്ട്. അത് അറിയാതെ വന്ന് അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. അറിയാതെ അല്ല ആയിരിക്കില്ല, അത് അങ്ങനെ പറഞ്ഞു. അദ്ദേഹം അറിയാതെ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത്രയും അദ്ദേഹം ആ ഒരു ലെവലിൽ എത്തിയ ആളാണ് അദ്ദേഹം. പിന്നെ ശ്രീ ചിന്മയാനന്ദ സ്വാമി വരുന്നു. അദ്ദേഹം ലെറ്റർ ഈ ശിവാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ മറന്നു വയ്ക്കുന്നു. വീണ്ടും ആ ലെറ്റർ എടുത്ത് വയ്ക്കും, വീണ്ടും വരാൻ പറയുന്നു. ഈ 45 കിലോമീറ്റർ നടന്ന് വീണ്ടും ശിവാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ പോയി എടുത്ത് പിന്നെയും 45 കിലോമീറ്റർ നടന്ന് വന്നു. അദ്ദേഹം ആദ്യത്തെ ടെസ്റ്റാണ് കൊടുത്തത്. അല്ലാണ്ട് ആ ലെറ്റർ തുറന്നു നോക്കിയത് പോലും അദ്ദേഹമില്ല. അതാണ് ചിന്മയാനന്ദ സ്വാമി. അല്ലാണ്ട് സാധാരണ വന്നങ്ങനെ ഫേമസ് ആകാനൊന്നും ആർക്കും അങ്ങനെ ലോകം മുഴുവൻ ഗീത പ്രചരിപ്പിക്കാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇന്ന് ആ സന്യാസത്തിൽ ഒരു സന്യാസിമാരും അത്ര കഷ്ടപ്പെട്ട് എനിക്ക് തോന്നില്ല. എൻ്റെ ആ ചിന്മയാനന്ദ സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ തപോവന സ്വാമിയുടെ കൂടെ അദ്ദേഹം ഈ വേദാന്തം പഠിച്ച് നടക്കുന്ന ആ കാലഘട്ടത്തിൽ ചിന്മയാനന്ദ സ്വാമിയുടെ ആ ശരീരം കണ്ടാൽ അറിയാൻ പറ്റും അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ നിന്നിരുന്ന ആ തപോവന സ്വാമിയുടെ. ആഹാരമില്ല, ഒരു സത്തുമാവ് കൊണ്ട് ഒരു ഉച്ചയ്ക്ക് എന്തോ ഒരു സാധനം കൊടുക്കും, അതും കഴിച്ച് ചോലവെള്ളവും കുടിച്ച്. ഇന്നത്തെ സന്യാസിമാർക്കോ ഇല്ലെങ്കിൽ അത് ചിന്തിക്കാൻ പോലും ഉണ്ടാവും. അവിടെ മഹാത്മാക്കളൊക്കെ ഉണ്ടാവും, നമുക്കറിയാതെ പലവരും ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് ചിന്മയാനന്ദ സ്വാമി ജീവിതത്തിലെ ആ ഒരു മഹാസന്യാസിയായി മാറിയത്. പിന്നെ വേദാന്തങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ചിന്മയാനന്ദ സ്വാമി ചോദിക്കുകയാണ്, ഗംഗ താഴത്തോട്ടല്ലേ സ്വാമിജി ഒഴുകണേ, ഞാൻ ഈ ജ്ഞാനം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഈ ഗീത അങ്ങനെയാണ് ഗീത. അദ്ദേഹം ജ്ഞാനയജ്ഞങ്ങൾ 101 ദിവസമാണ് ആദ്യത്തെ യജ്ഞം പൂനെയിൽ. ആദ്യം 3 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ജനലക്ഷങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ ക്ലോസ് സർക്യൂട്ട് TV വെച്ചിട്ടാണ്. പിന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചിന്മയാനന്ദ സ്വാമിയുടെ പ്രഭാഷണത്തിന് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. അത്രയും ഡിസിപ്ലിനായിരുന്നു. പ്രസിഡൻറ്റ് വന്നില്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ വരാത്ത ഒരു വേദിയിൽ വൈകിയതിൻ്റെ പേരിൽ അദ്ദേഹം ഗീതാജ്ഞാനം ഉദ്ഘാടനത്തിന് പ്രസിഡൻറ്റിനെ വിളിച്ചു. ഇന്ത്യൻ പ്രസിഡൻറ്റ് വെങ്കട്ടരാമനോ ആരായിരുന്നു. ലേറ്റായി വരാൻ പുള്ളി യജ്ഞം സ്റ്റാർട്ട് ചെയ്തു. പ്രസിഡൻറ്റ് വന്ന് മാപ്പ് പറഞ്ഞ് നമസ്കരിച്ചു.
അപ്പോൾ ആലോചിച്ച് നോക്കുള്ളൂ, അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലുണ്ട്, എല്ലാം യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും. അത് യുണൈറ്റഡ് നേഷൻസിലൊക്കെ അദ്ദേഹം എത്ര വിദ്വാൻമാർക്കാണ് അദ്ദേഹം ഗുരുവാണ്. ഇത്രയും പണ്ഡിതന്മാർക്ക് പോലും ഗുരുവാണ് അദ്ദേഹം. ചിന്മയാനന്ദ സ്വാമികൾ അന്ന് തുടങ്ങി വെച്ചതാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ഇന്ന് ഭാരതത്തിൽ ഗീത, ഭാരതത്തിൽ ഉപനിഷത്ത്, ഭാരതത്തിൽ വേദാന്തം, ഇതിന്ന് നിലനിൽക്കുന്നത് ചിന്മയാനന്ദ സ്വാമിയാണ്. അപ്പോൾ നരനാരായണന്മാരാണ് ഇവരെല്ലാം. പറഞ്ഞാൽ അർജുനൻ കൃഷ്ണൻ അർജുനൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, തപോവനസ്വാമി, ചിന്മയാനന്ദൻ. അപ്പോൾ സനാതന ധർമ്മത്തെ എപ്പോൾ ചുതി വരുന്നോ, ധർമ്മം എപ്പോൾ ചുതി വരുന്നോ, അപ്പോൾ ഈ അവതാരങ്ങളുണ്ടാകും. അത് ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. വൈക്കത്തിലെ മണപ്പുള്ളി ഇല്ലത്തു നിന്നാണ് അങ്ങ് വരുന്നത്. അപ്പോൾ ആ ഇല്ലത്തു നിന്ന് ഇതുവരെ വന്ന എടുത്തതിനെ എനിക്കൊരു നന്ദി വാക്കാൻ അങ്ങയോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സാർ അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയില്ല, ഇത് എനിക്കിങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു മഹാത്മമായിട്ടുള്ള ഒരാളെ അല്ല, അത് ഞാൻ പറയുന്നല്ല. അതെ, എന്നാലും ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ഔപചാരികത എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ദീപു നമ്പൂതിരിപ്പാടല്ലേ? അല്ല, എൻ്റെ നമ്പൂതിരിപ്പാട് എന്നൊന്നും ഇല്ല കേട്ടോ. നാരായണ നമ്പൂതിരി എന്നാണ് പേര്. ദിപു വിശ്വനാഥൻ എന്നാണ് എൻ്റെ റെക്കോർഡിക്കൽ നെയിം. അപ്പോൾ അതങ്ങനെ ഞാൻ അങ്ങനെ ഒരു വാലിട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല, അല്ല, അത് നമ്മൾക്ക് എല്ലാം നമ്മുടെ കുലം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമുക്ക് അതൊന്നും വിട്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അതിൽ ശ്രേഷ്ഠമായി വരേണ്ടതൊക്കെ അത് ഈശ്വര നിശ്ചയമാണ് അല്ലേ? നമ്മുടെ ശ്രേഷ്ഠമായ നമ്മുടെ ജീവിതം, നമ്മൾ നയിക്കുന്ന ജീവിതം ശ്രേഷ്ഠമായാൽ ഏത് കുലത്തിൽ ജനിച്ചാലും ഇതില്ല. പക്ഷേ എന്തായാലും നമ്മൾ ട്രഡീഷനായിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഇല്ലം അല്ലെങ്കിൽ മന എന്നുള്ളത് സാംസ്കാരികമായിട്ടുള്ള ഒരു തുടക്കം അവിടുന്ന് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാവും. നമ്മുടെ ചിന്മയാനന്ദ സ്വാമി പറയും, സർവീസ് ടു ദി പീപ്പിൾ ഈസ് സർവീസ് ടു ദി ലോർഡ് ഓഫ് ലോർഡ്സ്, ഡിവോഷൻ ടു ദി പീപ്പിൾ ഈസ് ഡിവോഷൻ ടു ദി സുപ്രീം സെൽഫ് അല്ലേ? എന്തായാലും വളരെ സന്തോഷം. നീട്ടിക്കൊണ്ട് പോകണ്ട.